നമ്മൾ വിഷു ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് വിഷു? വിഷുവിൻ്റെ ഐതിഹ്യത്തെ പറ്റി അറിയുമോ? അല്ലെങ്കിൽ വിഷു എന്തുകൊണ്ടാണ് വിഷു വന്നത്? അപ്പോൾ നമുക്ക് എന്താണ് വിഷു എന്നും വിഷുവിൻ്റെ 2 ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. മേടമാസ പുലരിയിൽ കണി കാണാൻ മാത്രം വിരിയുന്ന കണിക്കൊന്ന പൂക്കളുടെ നന്മയുമായി ഒരു വിഷു കൂടി ഇതാ വന്നു. എന്താണ് വിഷു? വിഷുവുമായി ബന്ധപ്പെട്ട 2 ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്താണ് വിഷു? ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലകാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടം 1-ന് മേടവിഷുവും തുലാം 1-ന് തുലാം വിഷുവുമുണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയുന്നു. വിഷുവിൻ്റെ ഐതിഹ്യം. വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കാനാവാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ആദിയായ അസുര പ്രമുഖരെല്ലാം അവർ നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിമേൽ വിജയിച്ചതിനാലാണ് ആ ദിനത്തിനെ നമ്മൾ വിഷു എന്നറിയപ്പെടുന്നത്. മറ്റൊന്ന്, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിൻ്റെ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമല്ലായിരുന്നു എന്നതാണ് ഇതിന് കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചിട്ടുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നതും എന്നും പറയുന്നുണ്ട്. വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകളെല്ലാം കത്തിച്ച് രാവണനെ വധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു. വിഷുക്കണി. വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണി തന്നെയാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല. ഓട്ടുരുളിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.